അജിത് കുമാർ സ്പോർട്സ് നിരീക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീ അജിത് കുമാർ, അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനം അത് അപ്രതീക്ഷിതമായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് മാത്രമല്ല മത്സരങ്ങളിൽ നിന്ന് തന്നെ വിരമിക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം, വൈകാരികമായ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. എങ്ങനെ വേണം, ഇത് പ്രതീക്ഷിച്ചിരുന്നതാണോ? അപ്രതീക്ഷിതമല്ല, തീർച്ചയായിട്ടും. കാരണം ഇപ്പം കഴിഞ്ഞ ഒരു വർഷം നമ്മൾ എടുത്തു നോക്കിയാൽ ബംഗ്ലാദേശിനോടുള്ള ഒരു സെഞ്ചുറിയും ആ ബംഗ്ലാദേശിനോടുള്ള കുറച്ച് മത്സരങ്ങൾ മാറ്റി നിർത്തിയാൽ അശ്വിൻ തീർച്ചയായിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിലൊരു ഡിക്ലൈൻ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് പഴയതുപോലെ ഇപ്പൊ അശ്വിൻ ടീമിന് ഷുവറല്ല. ഒരു കാലത്ത് അശ്വിൻ എന്നുള്ളത് ഇന്ത്യൻ ടീമിന്റെ അവിഭജിച്ച ഘടകമായിരുന്നു. അങ്ങനത്തെ സ്ഥിതിയിൽ നിന്ന് മാറി ടീമിന് ഇപ്പൊ ടോപ്പ് ആദ്യത്തെ ടെസ്റ്റിന് കളിപ്പിച്ചില്ല. വാഷിംഗ്ടണിൽ തന്നെയാണ് കളിപ്പിച്ചത്. വാഷിംഗ്ടണിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് അഡിലേഡിലായതുകൊണ്ട് പിങ്ക് ബോൾ ടെസ്റ്റാണ്, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണം എന്നൊരൊറ്റ ആശയത്തിലാണ് സുന്ദറിനെ മാറ്റി അശ്വിനെ കൽപ്പിച്ചത്. പക്ഷെ പ്രതീക്ഷിച്ച ലെവലിലേക്ക് അശ്വിൻ ഉയർന്നില്ല എന്നുള്ളതൊരു ദുഃഖസത്യം തന്നെയാണ്. ഈ ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണല്ലോ അശ്വിൻ അവസാനമായി കളിച്ചത്. 3 ടെസ്റ്റിൽ ആകെ 9 വിക്കറ്റ് മാത്രമാണ് അശ്വിൻ വീഴ്ത്തിയത്. അപ്പോൾ പ്രകടനം താഴേക്ക് പോകുന്നു എന്നൊരു വിലയിരുത്തൽ അല്ലേ? തീർച്ചയായിട്ടും താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ തേർഡ് ടെസ്റ്റ് ഡ്രോപ്പ് ചെയ്തത്. തേർഡ് ടെസ്റ്റിൽ ഡ്രോപ്പ് ജഡേജയെ പ്രിഫർ ചെയ്തു അശ്വിൻ. കാരണം സെക്കൻഡ് ടെസ്റ്റിൽ ട്രാവിസ് ഹെഡും സ്റ്റീവൻ സ്മിത്തും കൂടിയിട്ടുള്ള ആ 241 റൺ പാർട്ട്ണർഷിപ്പിന്റെ സമയത്ത് ഞാൻ ഫുൾ പാർട്ട്ണർഷിപ്പ് കണ്ട ആളാണ്. പലപ്പോഴും നമ്മൾ അശ്വിൻ ബോൾ ചെയ്യാൻ വരുമ്പോൾ വളരെ പ്രതീക്ഷയുണ്ട്, ഇപ്പൊ വിക്കറ്റ് എടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊരു തോന്നല്. പക്ഷെ ആ പാർട്ട്ണർഷിപ്പിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതും പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ അഡിലേഡിലെ വിക്കറ്റ് കുറച്ച് ബോളർ ഫ്രണ്ട്ലി അല്ല. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു. എത്ര റോക്ക് സ്ട്രോങ് വിക്കറ്റിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ അശ്വിനായിരുന്നു. അദ്ദേഹത്തിന് അത് പറ്റിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്തതിൽ വലിയ അപ്രതീക്ഷിത വലിയൊരു എന്താണ് ആശ്ചര്യമില്ല. ഈ അവസാന കാലത്തെ മത്സരങ്ങളിലെ പ്രകടനത്തിലെ കുഴപ്പങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് അശ്വിൻ വ്യത്യസ്തനാകുന്നതെന്ന് കൂടി ഈ സമയത്ത് വിലയിരുത്തണമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭൂതകാല പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ ഇപ്പൊ ഒരു കാര്യം തന്നെ താങ്കൾ റിപ്പോർട്ട് പറഞ്ഞ പോലെ 537 വിക്കറ്റ് 268 ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ വിക്കറ്റാണ്. അങ്ങനെ ഒരു 50-50 269 റൈറ്റ് ഹാൻഡേഴ്സും 268 ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡേഴ്സിന് അദ്ദേഹത്തോടുള്ള ആ ഒരു പേടി നമുക്ക് വളരെ വ്യക്തമായിരുന്നു. മാത്രമല്ല ഒരു വൺ ഡേ ODI-യിലായിക്കോട്ടെ നല്ല ടൈറ്റ് ആയിട്ടൊക്കെ ബോൾ ചെയ്തിരുന്നു. മാത്രമല്ല നമ്മളിപ്പോ T20 വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടെന്ന് അദ്ദേഹത്തെ കളിപ്പിക്കുകയും ചെയ്തു. 4 ഓവറാണെങ്കിലും ആ 4 ഓവർ നല്ല ടൈറ്റ് ആയിട്ട് അദ്ദേഹം ബോൾ ചെയ്യാമായിരുന്നു. ODI വേൾഡ് കപ്പിൽ നമുക്കറിയാം ഒരു മത്സരം മാത്രമേ അദ്ദേഹം കളിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം ലഭിച്ചില്ല. പക്ഷെ എന്നാലും ഒരു സ്പിന്നർ എന്ന നിലയിൽ ഇന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച, കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ഒരു ബോളർ തീർച്ചയായിട്ടും അശ്വിൻ തന്നെയാണ്. എന്തെങ്കിലും കളി മോശമായാൽ അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിലൂടെ അദ്ദേഹം തിരിച്ചു വരിക. ഒന്നില്ലെങ്കിൽ IPL പെർഫോമൻസിലൂടെ അദ്ദേഹം T20 ലോകകപ്പ് T20 ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വന്നു. അതൊക്കെ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സ്പിരിറ്റും ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഉള്ള ആ കമ്മിറ്റ്മെന്റ്, കളിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തെ പോലെ ആർക്കും തോന്നിയിട്ടില്ല. കാരണം ബാറ്റിങ്ങിലും ആയിക്കോട്ടെ ബോളിങ്ങിലും ആയിക്കോട്ടെ. പക്ഷെ ഈയിടെയായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കളി താഴോട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ എല്ലാവരും പറഞ്ഞപ്പോ എല്ലാവരും രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും റിട്ടയർമെന്റിന് വേണ്ടി ഇങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ ആരും അശ്വിന്റെ റിട്ടയർമെന്റിന് മുറവിളിയൊന്നും കൂട്ടിയില്ല. കൂട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം റിട്ടയർ ചെയ്തു. ഈ ഇന്ത്യൻ ടീമിലെ ഏറ്റവും ബുദ്ധിയുള്ള കളിക്കാരനാണ് അശ്വിൻ എന്ന വിലയിരുത്തലിനെ താങ്കൾ എങ്ങനെ കാണുന്നു? മാസ്റ്റർ മൈൻഡ് എന്ന് പോലും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും 2022 T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ജയിക്കാൻ 1 റൺ വേണ്ടപ്പോൾ വൈറ്റ് ബോൾ മാറി നിന്നത് ഒരു ഉദാഹരണമായി കണ്ടുകൂടെ? തീർച്ചയായിട്ടും ഒരു അതാണ് കമ്മിറ്റ്മെന്റ്, ഗെയിമിനോടുള്ള കമ്മിറ്റ്മെന്റ്, രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ്. നമ്മളിപ്പോ ഇത് മാത്രമല്ല പല അവസരത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ശരിക്ക് ഒരു ടേണിംഗ് വിക്കറ്റ് നമ്മൾ ഒരു രക്ഷയില്ലാതെ ഒരു അഹമ്മദാബാദ് വിക്കറ്റില് ഇംഗ്ലണ്ടിനോട് സെഞ്ചുറി അടിച്ച ആളാണ് ഈ അശ്വിൻ. ആ സെഞ്ചുറി കാരണമാണ് നമ്മൾ അന്ന് ജയിച്ചതും ആ വിക്ടറി കാരണമാണ് നമ്മൾ ആദ്യത്തെ WTC ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽസിൽ എത്തിയത്. അപ്പൊ അദ്ദേഹത്തിന് ബാറ്റിംഗ് മികവ് തന്നെ വേണ്ട സമയത്ത് കൃത്യത. പിന്നെ ബംഗ്ലാദേശിലുള്ള ആദ്യത്തെ ടെസ്റ്റില് ആദ്യത്തെ 6 വിക്കറ്റ് പോയപ്പോൾ നമ്മൾ വിചാരിച്ചു കളി പോയി. കാരണം പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പാകിസ്ഥാനൊക്കെ തോൽപ്പിച്ചു വന്ന ആ ഒരു സ്പിരിറ്റിലാണ് ഇന്ത്യയോട് കളിക്കുന്നുണ്ടായിരുന്നത്.
അശ്വിനും ജഡേജയും കൂടിയിട്ടാണ്. അശ്വിനും സെഞ്ചുറി അല്ലേ അന്ന് നമ്മൾ ബംഗ്ലാദേശിലുള്ള ആദ്യത്തെ ടെസ്റ്റില് ഇത്രയും ഒരു മേൽക്കൈ നേടാനുള്ള കാരണം. അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ്, ഗെയിമിനോടുള്ള കമ്മിറ്റ്മെന്റ്, ആ ടീമിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. മാത്രമല്ല വളരെ സെൽഫ് സാക്രിഫൈസിംഗ് ആണ്. കാരണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അശ്വിൻ വുഡ് ബി എക്സലന്റ് ക്യാപ്റ്റൻസി മെറ്റീരിയൽ അശ്വിനെ പേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? പ്രതാപകാലത്ത് ഇന്ത്യയിൽ ടെസ്റ്റ് കളിക്കാൻ വരുന്നവർക്ക് അശ്വിനെ നേരിടാൻ ഒരു പേടി ഉണ്ടായിരുന്ന ഒരു കാലം. ഇന്നും വിദേശ ടീമുകൾക്ക് അശ്വിൻ തന്നെ പേടി തന്നെയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ മാച്ച് തന്നെ നല്ലൊരു എക്സാമ്പിൾ ആണ്. അദ്ദേഹത്തിന് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിനോടുള്ള ആ ഒരു മികവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്ന ഉടനെ നമ്മൾ കഴിഞ്ഞ ടെസ്റ്റ് ക്ലിയർ ആയിട്ട് ഒബ്സർവ് എന്താ ചെയ്തത്, അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ഈ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഏത് ബോളൊന്നും ഡിമോബിലൈസ്ഡ് ആവും. അങ്ങനെ അദ്ദേഹത്തെ മാറ്റിയെടുത്ത് ബോളിങ്ങിൽ നിന്ന്, കാരണം 2 ഓവറിൽ 12 26 റൺ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഒന്ന് മാറ്റേണ്ടി വന്നു. അതൊരു ടെക്നിക്കായിരുന്നു. അത് അശ്വിന്റെ അഗേൻസ്റ്റ് ഉപയോഗിച്ച ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ആ സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് സക്സീഡ് നമ്മൾ കണ്ടു. ശ്രീരാജ്കുമാർ, ഈ അശ്വിൻ ഒഴിയുമ്പോൾ ആ സ്ഥാനത്ത് അത്രയും കാലിബർ ഉള്ള ഒരു ഓഫ് സ്പിന്നർ ഇനി ഉണ്ടോ? കാലിബറുള്ള ഓഫ് സ്പിന്നർ തീർച്ചയായിട്ടില്ല. പക്ഷെ വാഷിംഗ്ടൺ സുന്ദറിന് ഇപ്പോൾ കൂടുതൽ സാധ്യതകൾ കിട്ടും. കാരണം ഇപ്പം അശ്വിൻ കാരണമാണ് സുന്ദറിന് അധികം ചാൻസ് കിട്ടാത്തത്. ഞാൻ ഒരു താരതമ്യം ചെയ്യുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടാനുള്ള റെക്കോർഡിന് വേണ്ടി കപിലിന്റെ ഒരു അവസാനത്തെ ഒരു 4-5 ടെസ്റ്റ് കളിച്ചപ്പോൾ ആ 4-5 ടെസ്റ്റ് കളിച്ചതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് ജവഗൽ ശ്രീനാഥാണ്. ശ്രീനാഥിന്റെ സാധ്യതകളാണ്. ഒരു 5-6 ടെസ്റ്റ് ശ്രീനാഥിന് കളിക്കാൻ പറ്റിയില്ല. ആ സ്ഥിതിയാണ് ഇപ്പൊ നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറിനുള്ളത്. അശ്വിനുള്ള കാലം വാഷിംഗ്ടൺ സുന്ദറിന്റെ ടീമിലുണ്ടാവുമെന്ന് ശ്രദ്ധയില്ല. അദ്ദേഹം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ടീമിലുണ്ടായാൽ അദ്ദേഹം അശ്വിനേക്കാൾ എത്രയോ ഫാർ ബെറ്റർ ബാറ്റ്സ്മാനും കൂടിയാണ്. അപ്പൊ വാഷിംഗ്ടൺ സുന്ദർ എന്നൊരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ സക്സസറായിട്ട് കാണുന്നത്. വളരെ നന്ദി ശ്രീ എൻ അജിത് കുമാർ വിശദമായി തന്നെ വിശകലനം നടത്തിയതിന്. സമനിലയ്ക്ക് പിന്നാലെയാണ് രവിചന്ദ്രൻ അശ്വിൻ ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മാസ്റ്റർ മൈൻഡ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന 2ാമത്തെ താരമെന്ന റെക്കോർഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പടിയിറക്കം എന്നുള്ളതാണ്. ഇതിൽ അതുകൂടാതെ ടെസ്റ്റിൽ 37 തവണ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചിട്ടുണ്ട് അശ്വിൻ.